സോ മക്കളെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളുടെ ചാപ്റ്റർ ഫിനോൾ എന്ന ചാപ്റ്ററിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോപ്പിക് ഏതാന്ന് വെച്ചാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫിനോൾസ്. ഫിനോൾസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ റീമർ ടീമൻ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതിൽ ഒരു ആഡ് ഓൺ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു കൺസെപ്റ്റ് കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി പ്യൂരിഫിക്കേഷൻ നടത്തുക. അപ്പോൾ ഇത് രണ്ടും കൂടി രണ്ട് ടോപ്പിക്കുകൾ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിനോൾ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ക്ലോറോഫോം aqueous KOH അണ്ടർ റിഫ്ലക്സിംഗ് കണ്ടീഷൻ ഫോളോഡ് ബൈ ആസിഡിഫിക്കേഷൻ പ്രൊഡ്യൂസസ് para-hydroxybenzaldehyde ആസ് ദി മേജർ പ്രൊഡക്റ്റ് ആൻഡ് ortho-hydroxybenzaldehyde ആസ് മൈനർ പ്രൊഡക്റ്റ്. അപ്പോൾ നോക്കുക, നമ്മൾ ഫിനോളിനെ നിങ്ങൾ ക്ലോറോഫോം ഇൻ aqueous KOH വെച്ച് റിഫ്ലക്സ് അടിച്ചു. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഒന്ന് ortho-hydroxybenzaldehydeും para-hydroxybenzaldehydeും കിട്ടും. ortho-hydroxybenzaldehyde അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് സ്റ്റെബിലിറ്റി ഉള്ള കാരണത്താൽ അത് ഓട്ടോമാറ്റിക്കലി ദിസ് ബിക്കംസ് ദ മേജർ ആൻഡ് ദിസ് ബിക്കംസ് മൈനർ. അപ്പോൾ ഇത് മേജർ ആണ് എന്ന് നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടിങ് മാത്രമല്ല അത് മേജർ ആവാനുള്ള കാരണം. അതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റെബിലിറ്റി പറയുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കൂടുതൽ ortho-hydroxybenzaldehydeനാണ്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ആളാണ് മേജർ വരുന്നത്, ഇവിടെ മൈനർ ഈ ആളാണ്. സോ നോക്കൂ നിങ്ങൾ, para-hydroxybenzaldehyde ആസ് മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തെറ്റി. ortho-hydroxybenzaldehyde ആണ് മേജർ. ഇനി മിക്സ്ചർ ഓഫ് para-hydroxybenzaldehydeും ortho-hydroxybenzaldehyde ക്യാൻ ബി ഈസിലി സെപ്പറേറ്റ് ത്രൂ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇൻട്രാമോളിക്കുലാർ എച്ച് ബോണ്ടിങ് ഉണ്ടെങ്കിൽ അവർ സ്റ്റീം വോളറ്റൈൽ ആണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി പ്യൂരിഫൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർത്തോ നൈട്രോഫിനോളും പാരാനൈട്രോഫിനോളിൻ്റെ കൂടെ നമ്മൾ ഈ എക്സാമ്പിൾസും പറയാറുള്ളതാണ്, റൈറ്റ്? അപ്പോൾ നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റുമാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 is false ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 is true. സോ അതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ.